നിങ്ങളെ ഒരു ദൃശ്യം കാണിക്കാം. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ട സ്റ്റാൻഡ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ദൃശ്യത്തിൽ കാണുന്ന ഈ യുവതിയെ അറിയോ? കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളാണ്. ഇതിങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാര്യം അങ്ങനെയാണല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, അവർ ചെയ്യുന്നതെല്ലാം നല്ല കാര്യവും. എന്നാൽ നേരെ മറിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരുടെ മക്കളെ വിവാദത്തിൽപ്പെടുത്തുക, അവർ മുഖ്യധാരയിലേക്ക് വന്നില്ലെങ്കിൽ പോലും അവർ എവിടെ പഠിച്ചു, എന്ത് പഠിച്ചു എന്നതിനെ സംബന്ധിച്ചെല്ലാം നിരന്തരം വാർത്തകൾ വരും, വിവാദത്തിൽ വലിച്ചിഴയ്ക്കും. പക്ഷെ കോൺഗ്രസിലെ നേതാക്കന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രവർത്തനം കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യാറില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാലോ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾക്ക് ആ ദുരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഇത് VD സതീശന്റെ മകളാണ്. ഇന്നിപ്പോ കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ പൊങ്കാല ഇടാൻ എത്തിയതാണ്. ആ പൊങ്കാല ഇടാൻ എത്തിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ മകൾ എന്നുള്ള നിലയ്ക്ക് കുടുംബത്തിൽ പിറന്ന ശൈലിയിൽ ചോദ്യം ചോദിക്കാൻ ചെല്ലുകയാണ്. നിങ്ങൾ ആരും ഇതുവരെ അവരെ ഒരു ഫ്രെയിമിലും കണ്ടിട്ടില്ല. പക്ഷെ ഇതിപ്പോൾ വീണ വിജയനാണ് അവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പിണറായിയുടെ മകൾ എന്ന് പറഞ്ഞേനെ. എങ്ങനെ പറയുമായിരുന്നു? മാധ്യമങ്ങളിലൂടെ ഇല്ലാത്ത പല കഥകളും സൃഷ്ടിച്ചെടുത്ത് വ്യക്തിയെ ആക്രമിക്കാൻ കുടുംബത്തിലിരിക്കുന്ന മക്കളെ വരെ വലിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതി നേരിടാത്ത സൗഭാഗ്യങ്ങളുള്ള കോൺഗ്രസ്സുകാരുടെ മകളാണ്. ഇപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് റിസർച്ച് സ്കോളർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആഗ്രഹമാണോ അതോ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇപ്പം നമുക്ക് നല്ലൊരു അച്ഛന്റെ ആഗ്രഹങ്ങൾ ഇതാവാൻ ഫ്രൂഷനിലെത്താനായിട്ടാണ് മെയിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അല്ല, അച്ഛന്റെ ആഗ്രഹം ഇപ്പോ കോൺഗ്രസിന് നല്ലൊരു റിസൾട്ട് വരിക എന്നുള്ളതാണ്. അത് ഉണ്ണിമായ അച്ഛനെ പോലെ ഒരു പൊളിറ്റിക്കലായോ മറുപടിയിലൊക്കെ? അല്ല, ഞാൻ ഇങ്ങനെ മറുപടി പറയുന്നത്, ഞാൻ നിങ്ങളിപ്പം വരും എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അച്ഛൻ നേരത്തെ എങ്ങനെയാണ് പറഞ്ഞത്? അല്ല, ഞാൻ ആരും പഠിപ്പിച്ചതല്ല, എനിക്ക് നാച്ചുറലി തോന്നിയ ഉത്തരം പറഞ്ഞതാ. ആ ആഗ്രഹം അച്ഛനെടുക്കുന്ന ഒരു എഫർട്ടിന് റിസൾട്ട് ഉണ്ടാവും. അതെ അതെ, ആ റിസൾട്ട് വരണം എന്നാണ്. അതാണോ അത് പൊങ്കാലിടുന്നതിന് ഒരു കാരണമാണ്? അല്ല, അതിപ്പോ നമുക്ക് ഇപ്പൊ എനിക്ക് നന്നായിട്ട് പഠിക്കണം, അച്ഛന്റെ കാര്യമൊക്കെ ശരി, എന്റെ കാര്യങ്ങൾ ശരിയാക്കണ്ടേ, പഠിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞാന് റിസർച്ച് സ്കോളറാണ്. അങ്ങനെയൊക്കെ. സതീശന്റെ മകൾ റിസർച്ച് സ്കോളറാണ്, നല്ല കാര്യം. പക്ഷേ പിണറായിയുടെ മകളുടെ വിദ്യാഭ്യാസം അതിനെക്കുറിച്ച് എന്തൊക്കെയാണ്? വിദേശത്ത് പഠിപ്പിച്ചു, ഈ പഠിപ്പിക്കാൻ തൊഴിലാളി പാർട്ടിയിലൂടെ വന്ന വ്യക്തിക്ക് എവിടെ നിന്നാണ് പണം? അവർ സ്വന്തം നിലയ്ക്ക് ഒരു കമ്പനി ഇട്ടു, അതിനുള്ള പണം എവിടെ നിന്നാണ്? പിണറായിയുടെ ആഡംബര വീട്, കമല ഇന്റർനാഷണൽ എന്ന് പിണറായിയുടെ ഭാര്യയുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ, ഇതെല്ലാം നിങ്ങൾ പലകുറി കേട്ടു. എന്തേ വെറും സാധാരണക്കാരനായിരുന്ന മണി ചെയിനുമായിട്ട് നടന്ന സതീശനും ഇന്ന് ഈ കാണുന്ന സമ്പത്തും, സ്വന്തം മകളെ റിസർച്ച് സ്കോളറായിട്ട് പഠിപ്പിക്കാൻ സതീശൻ എവിടെ നിന്നാണ് വരുമാനം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ നാട്ടിൽ ഉയരാത്തതും? ഇത് സതീശന്റെ മകളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നതല്ല, മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജാണ്. ഇത് സതീശ തമ്പ്രാന്റെ മകളാണ്. ഒരു പ്രത്യേകതരം, നമുക്ക് അവരോട് എന്ത് തോന്നണം? നമുക്ക് അവരോടൊരു ബഹുമാനവും ആദരവും തോന്നണം. എന്നാൽ കേരളത്തിലെ പിണറായി വിജയന്റെ മക്കളായിക്കോട്ടെ, കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളായിക്കോട്ടെ, പി ജയരാജന്റെ മക്കളായിക്കോട്ടെ, അച്യുതാനന്ദന്റെ മക്കളായിക്കോട്ടെ, ഇവരെല്ലാം ആരാണ്? ഇവരെല്ലാം ഓരോ സന്ദർഭങ്ങളിൽ കേരളത്തിൽ പൊടുന്നനെ വിവാദത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ കാണാം. എന്തിനേറെ പറയുന്നു, CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ പേര് പോലും ഈ അടുത്ത കാലത്ത് ഒരു വിവാദത്തിൽ വലിച്ചിഴയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതെന്താണ് ഈ ഓഡിറ്റ് കോൺഗ്രസിന്റെ കുടുംബത്തിനകത്തേക്ക് കയറി പോകാത്തത് എന്ന ചോദ്യം നമ്മൾ സ്വാഭാവികമായി ഉന്നയിക്കണ്ടേ? അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യം, ഒരുപക്ഷെ അച്ഛൻ മാറിക്കഴിഞ്ഞാൽ മക്കൾ നേരിട്ട് ആ സ്ഥാനമാനങ്ങളിലേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഒരു മഹത്തരമായ കാര്യം പോലെയാണ് ആ വാർത്താ അവതരണം. എന്നാൽ നേരെ മറിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാതെ സ്വന്തം നിലയ്ക്ക് മക്കളെ പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു പദവിയിലെത്തിക്കുകയോ അവർ ഇഷ്ടാനുസരണമുള്ള പ്രൊഫഷനിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെ പാടില്ല. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവായ വ്യക്തിയുടെ മക്കളെ തൊഴിലാളിയായിട്ടല്ലാതെ പഠിപ്പിക്കാൻ എവിടെ നിന്ന് പണം എന്ന ചോദ്യം ഉന്നയിക്കുന്നിടത്ത് സാധാരണക്കാരനായിട്ടുള്ള ദരിദ്രവാസിയായിരുന്ന ഒരു സതീശന് എങ്ങനെയാണ് ഇത്രയും സമ്പത്തും മക്കളെ പഠിപ്പിക്കാനുള്ള ചോദ്യം ഉയരാത്തിടത്ത്
മാധ്യമങ്ങളോട് ആവർത്തിച്ച് ഈ രണ്ട് തരം പ്രിവിലേജിനെ കുറിച്ച് നാട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇടതുപക്ഷക്കാരുടെ മക്കളുടെ മുഖമെല്ലാം പുറത്തേക്ക് വിവാദത്തിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഓരോ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി കോടതികളിൽ തള്ളിപ്പോകുമ്പോൾ ഇവരെക്കുറിച്ച് ഒരു വാർത്ത പോലും എഴുതാതെ ഇവരെയൊക്കെ ഓരോ സംഭവങ്ങളായിട്ടും അവരുടെ ജീവിതമൊക്കെ പൊതിഞ്ഞു പിടിച്ചു കൊടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് ഈ സന്ദർഭത്തിൽ ജനം കാണേണ്ടതാണ്. എത്ര സൗഹാർദ്ദപരമായിട്ടാണ്, വിനയാന്വിതരായിട്ടാണ് ചിലരെയൊക്കെ അവതരിപ്പിക്കുന്നത് നോക്കിയേ. ഇതാണ് രണ്ട് രാഷ്ട്രീയ പ്രിവിലേജുകൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് വി.ഡി. സതീശന്റെ അല്ല, ഏത് രാഷ്ട്രീയ നേതാവിന്റെ മക്കൾ പഠിക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ അത് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അവർ സ്വന്തം നിലയ്ക്ക് ഒരു സ്ഥാപനം ഇടാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല. അവരുടെ പേരുകൾ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ മറ്റു ചിലർ, അതായത് സതീശന്റെയൊക്കെ സാമ്പത്തിക സ്രോതസ് പരിശോധിച്ചാൽ സംശയാസ്പദമാണ്. ആ നിലയ്ക്ക് അവരുടെ കുടുംബത്തിലുള്ളവരുടെ പേര് കൂടി ചർച്ച ചെയ്യപ്പെടാൻ സാഹചര്യമുണ്ടെന്നിരിക്കെ അതൊക്കെ പൊതിഞ്ഞു പിടിക്കുന്ന ആ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് നാട് മനസ്സിലാക്കിയിരിക്കണം.